എല്ലാവർക്കും വെൽക്കം ബാക്ക്. ആർഗ്യുമെൻറ്റ്സ് ഫോർ ഗോഡ് എന്ന് പറയുന്ന നമ്മളുടെ സീരീസിലെ അടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് ഫോർ ഗോഡിനെ കുറിച്ചാണ്. ഇത് കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് ആർഗ്യുമെൻറ്റ്സിൽ പെടുന്ന ഒരു വളരെയധികം വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. എല്ലാ ആഴ്ചയും വേണമെങ്കിൽ ഈ ആർഗ്യുമെൻ്റ് ഒരു പുതിയ വേർഷൻ റിലീസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കറൻ്റ്ലി ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ എന്താണ് ഈ ആർഗ്യുമെൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റിൽ പറയുന്ന രണ്ട് ഡെഫിനിഷൻസും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രമിസുകളും ഒരു കൺക്ലൂഷനും ഉണ്ട്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റിലെ ഡെഫിനിഷൻസും ഈ ആർഗ്യുമെൻറ്റിൻ്റെ പ്രമിസുകളും കൺക്ലൂഷനും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത്, ഞാൻ പറയുന്ന സമയത്ത് ഇത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നാം. പക്ഷേ അത് നമുക്ക് ശരിയാണ് എന്ന് വെച്ചുകൊണ്ട് തന്നെ ഈ ആർഗ്യുമെൻറ്റ് കംപ്ലീറ്റ്ലി പറഞ്ഞതിന് ശേഷം എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റിൽ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. മെയിനായിട്ടും ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാ നിലനിൽപ്പുള്ള അല്ലെങ്കിൽ നിലനിൽക്കുന്ന എല്ലാ വസ്തുക്കളെയും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതായത് നിലനിൽക്കുന്ന എല്ലാ വസ്തുക്കളെയും കണ്ടിൻജൻറ്റ് നിലനിൽപ്പുകൾ അല്ലെങ്കിൽ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസുകൾ അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള എക്സിസ്റ്റൻസുകൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഡെഫിനിഷൻ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ കണ്ടിൻജൻ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ തന്നെ അർത്ഥം ഡിപ്പെൻഡൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഓൺ സംതിങ്, അത്രയും തൽക്കാലം ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള നിലനിൽപ്പുകളും അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നിലനിൽപ്പുകളും അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള നിലനിൽപ്പുകളും ഇങ്ങനെയാണ് പറയുന്നത്. ഇനി കണ്ടിൻജൻ്റ് ആയിട്ടുള്ള നിലനിൽപ്പുകളെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു, എന്നാലും ഇതിനൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിലനിൽക്കാതിരിക്കുക സാധ്യമായ വസ്തുക്കൾ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലെടുത്താൽ ഈ ബോട്ടിൽ നിലനിൽക്കാതിരിക്കുക സാധ്യമാണോ എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ സാധ്യമാണ് എന്ന് നമുക്ക് പറയാം, നമ്മളെ ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു തോട്ട് അനുസരിച്ച്. ഇനിയിപ്പോൾ ഇതല്ലാതെ നിങ്ങളെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. നിങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു കാര്യമാണോ? അല്ല, നോബഡി കെയർസ് എന്നുള്ളതാണ്. അതൊരു ബാഡ് ജോക്കായിരുന്നു. പക്ഷേ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, നിങ്ങൾക്ക് നിലനിൽക്കാതിരിക്കുക സാധ്യമാണ്. അപ്പോൾ ഇതാണ് കണ്ടിൻജൻറ്റ് ബീയിങ്സിനുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നെസസറി ബീയിങ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് നിലനിൽക്കാതിരിക്കുക സാധ്യമല്ലാത്ത വസ്തുക്കൾ എന്നുള്ളതാണ്. നെസസറി വസ്തുക്കൾ എന്ന് പറയുന്നത് മസ്റ്റായിട്ടും നിലനിൽക്കണം, അത് നിലനിൽക്കാതിരിക്കുക എന്നുള്ളത് ബൈ നേച്ചർ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ നെസസറി എക്സിസ്റ്റൻസ് എന്താണ് എക്സാമ്പിൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നെസസറി എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒന്നുണ്ടാവണം എന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണ് ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഈ ഒരു ഡെഫിനിഷൻ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ബാക്കി നോക്കാം എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. ആർഗ്യുമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള വസ്തുക്കളുടെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ആയിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഒരു നിലനിൽപ്പാണ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ അത് സ്ഥാപിച്ചതിന് ശേഷം ആ നെസസറി ആയിട്ടുള്ള ആ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗോഡാണ് എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ ദോ ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ പാർട്ട് ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ട് അല്ലെങ്കിൽ പോലും ഫിലോസഫേഴ്സ് ഈ ആദ്യം പറഞ്ഞ കാര്യം പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറഞ്ഞതും കൂടെ പറഞ്ഞിട്ടാണ് ദൈവത്തെ സ്ഥാപിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാം. ഈ ആർഗ്യുമെൻറ്റ് ഒരുപാട് രീതിയിൽ ആളുകൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പോസിബിലിറ്റി മൊഡാൽ ലോജിക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാതെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർഗ്യുമെൻറ്റിൽ പറയുന്നത് നിലനിൽക്കുന്ന വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ നിലനിൽപ്പുകളുണ്ട്. ഇത് നമുക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ ചുറ്റും നോക്കുന്ന എല്ലാ കാര്യങ്ങളും നിലനിൽക്കാതിരിക്കുക സാധ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള വസ്തുക്കളാണ്. കണ്ടിൻജൻ്റ് ആയിട്ടുള്ള നിലനിൽപ്പുകൾക്ക് ഒരു കാരണം ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. ആ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ആ കണ്ടിൻജൻ്റ് വസ്തുക്കൾ തന്നെ ആകുക സാധ്യമല്ല. കാരണം ഇപ്പോൾ ഈ കുപ്പി ഉണ്ടാകാനുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഈ കുപ്പി ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുപ്പി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു കുപ്പി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റൊരു കാരണം വേണം എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് കണ്ടിൻജൻ്റ് വസ്തുക്കൾക്ക് അതിന് പിന്നിൽ അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാരണം വേണം. ഇനി കണ്ടിൻജൻ്റ് വസ്തുക്കളുടെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടിൻജൻ്റ് വസ്തുക്കൾ തന്നെ ആകാൻ സാധിക്കുമോ? അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വസ്തുക്കളുടെ പിന്നിലുള്ള കാരണങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വസ്തുക്കൾ തന്നെ ആകാൻ സാധിക്കുമോ? അതും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടിൻജൻ്റ് വസ്തുക്കളുടെ പിന്നിലെ കാരണം കണ്ടിൻജൻ്റ് ആണെങ്കിൽ ആ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾക്ക് ഒരു കാരണം വേണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടിൻജൻ്റ് വസ്തുക്കൾക്ക് ഒരു കാരണം വേണം എന്നുള്ള പ്രൊപ്പോസിഷൻ അംഗീകരിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കണ്ടിൻജൻ്റ് വസ്തുവിൻ്റെ കാരണം മറ്റൊരു കണ്ടിൻജൻ്റ് വസ്തു ആവുന്നു, അതിൻ്റെ കാരണം മറ്റൊരു കണ്ടിൻജൻ്റ് വസ്തു ആവുന്നു, അങ്ങനെ ഒരു ബാക്കിലേക്ക് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു റിഗ്രസ് പോകുന്നു. അപ്പോൾ ഒരു ചെയിൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് പോസിബിൾ അല്ല എന്നുള്ളതാണ്
നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. കാരണം ബാക്കിലോട്ടൊരു ഇൻഫിനിറ്റ് കോസൽ ചെയിൻ, കാര്യകാരണ ബന്ധങ്ങളുടെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ മുമ്പേ ഉള്ള ഇവൻറ്റ്സ് എല്ലാം കഴിഞ്ഞാലേ ഇന്ന് എന്ന് പറയുന്ന മൊമെൻ്റ് ഉണ്ടാവുകയുള്ളൂ. കാരണം ഇന്നിനെ കോസ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് ബാക്കിലേക്ക് പോകുന്ന ഒരു ചെയിൻ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് ബാക്കിലേക്ക് പോകുന്ന ഒരു കോസൽ ചെയിൻ തീരുക സാധ്യമാണോ, അല്ലെങ്കിൽ കഴിയുക സാധ്യമാണോ? അല്ല, അത് കഴിഞ്ഞാൽ ഇന്നുണ്ടാവൂ. അതുകൊണ്ട് കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും കാരണങ്ങൾ മറ്റൊരു കണ്ടിൻജൻ്റ് ആയിട്ടുള്ള കാരണമാകാൻ സാധിക്കില്ല. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് കണ്ടിൻജൻ്റ് ആയിട്ടുള്ള ഈ യൂണിവേഴ്സിന് ഒരു നെസസറി ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് കാരണമുണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇതാണ് കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റിൻ്റെ കൺക്ലൂഷൻ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഫിലോസഫേഴ്സ് ചെയ്യുന്ന കാര്യമാണ് ഈ നെസസറി ആയിട്ടുള്ള ഈ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റേതായ നമ്മൾ ദൈവത്തിന് ഉണ്ട് എന്ന് വിചാരിക്കുന്ന അട്രിബ്യൂട്ട്സ് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോസസ്സ്. അപ്പോൾ അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവേ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു നെസസറി ബീയിങ് നമ്മൾ ഇന്നത്തെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് കാരണമായി, അതിൻ്റെ കോസായി എന്നാണെങ്കിൽ, ആ ഒരു നെസസറി ബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൽ നിന്നും ഫണ്ടമെൻ്റലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. നമ്മുടെ യൂണിവേഴ്സിൽ ടൈമും സ്പേസും ഒക്കെ ഉണ്ട്. അപ്പം അതിനെ ടൈമിനെയും സ്പേസിനെയും തന്നെ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അത് ടൈംലെസ് ആയിട്ടുള്ള, സ്പേസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. പിന്നെ വേറൊരെണ്ണം, അത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ലിമിറ്റേഷൻസ്, അതായത് ഈ നെസസറി ബീയിങ്ങിന് ലിമിറ്റേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഒരു കാര്യത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റേഷൻ സെറ്റ് ചെയ്തത് ആര്, അല്ലെങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നെസസറി ബീയിങ്ങിന് പുറത്ത് വേറൊരു ബീയിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നെസസറി എക്സിസ്റ്റൻസിന് പുറത്ത് മറ്റൊരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് വരും. അത് പിന്നെ മറ്റ് ചോദ്യങ്ങളിലേക്ക് അടക്കും, അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് റിഗ്രസിലേക്ക് പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ ലിമിറ്റേഷൻസ് ഇല്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് എന്ന് വരും. ഇനി അടുത്തത് പൊതുവെ പറയുന്ന ഒന്നാണ് ഇറ്റേണൽ ആയിട്ടുള്ള ഒന്നായിരിക്കും ഈ നെസസറി എക്സിസ്റ്റൻസ് എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലനിൽക്കാതിരിക്കുന്ന ഒരു സ്റ്റേജും ഒരു നെസസറി ബീയിങ്ങിന് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിലനിൽക്കാതിരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അത് നിലനിൽക്കാതിരിക്കും, അല്ലെങ്കിൽ ആ കാര്യം തീരുന്നതിന്, അല്ലെങ്കിൽ ഇല്ലാതാവുന്നതിന് ശേഷം ആ കാര്യം നിലനിൽക്കാതിരിക്കും. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റീസ് ഒഴിവാക്കി കഴിഞ്ഞാൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒരു നിലനിൽപ്പായിരിക്കണമല്ലോ നെസസറി ബീയിങ് എന്ന് പറയുന്നത്. അപ്പം തുടക്കവും ഒടുക്കവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് എക്സിസ്റ്റിംഗ് ഫോർ എവർ, അത് ഇറ്റേണൽ ആയിരിക്കും. ഇറ്റേണൽ ആയിട്ടുള്ള, അൺലിമിറ്റഡ് ആയിട്ടുള്ള, ടൈംലെസ് ആയിട്ടുള്ള, സ്പേസ്ലെസ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്. ഇനി ഈ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ പ്രപഞ്ചം തിരഞ്ഞെടുത്ത ഒരു ബീയിങ് ആണ് എന്ന് പറയുന്നത് വഴി അതൊരു വില്ലാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ആണ് എന്നൊക്കെയുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നു. പിന്നെ അതിനൊരു സുപ്രീം നേച്ചർ ഉണ്ട്, അതുകൊണ്ട് അത് പെർഫെക്റ്റ്ലി ഗുഡാണ്, പെർഫെക്റ്റ്ലി മോറലാണ്, ലവിങ് ആണ് എന്നൊക്കെ പറയുന്ന മറ്റ് പല ആട്രിബ്യൂട്ട്സും ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആർഗ്യുമെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തതാണ്. ഇതൊന്നും ഞാൻ എഗ്രി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നല്ല പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും പ്രശ്നങ്ങൾ തോന്നാം. അപ്പോൾ അതെന്തായാലും ഇത്രയും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ നിങ്ങളുടേതായ നിലയിൽ ഇവാലുവേറ്റ് ചെയ്യുകയും ശരിയാണോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റിനെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ പ്രശ്നത്തിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ ആദ്യം പറയുന്ന എല്ലാ പ്രമിസുകളും കൺക്ലൂഷനും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു ഫസ്റ്റ് കോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ഒരു നെസസറി ബീയിങ് ആണ് എന്നാണ് പറയുന്നത്. തൽക്കാലം ഈ നെസസറി ബീയിങ് എന്നുള്ള ഒരു ഡെഫിനിഷൻ എടുത്തങ്ങ് മാറ്റിവെക്കുക. എന്നിട്ട് ചിന്തിക്കുക, നമുക്കിതിനെ, ഈ ആർഗ്യുമെൻറ്റിനെ ഒന്ന് ഡിസ്കാർഡ് ചെയ്യാൻ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കാം എന്നുള്ളതാണ്. ഈ ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ഒരു നെസസറി ബീയിങ് അല്ലാതെ ഒരു കണ്ടിൻജൻറ്റ് ബീയിങ് ആവുക സാധ്യമാണോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ സാധ്യമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ പ്രപഞ്ചം, ഇതിൻ്റെ ഇന്നത്തെ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് വന്നതായിക്കൂടെ, അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് ട്രാൻസ്ഫോം ചെയ്ത് ആയതായിക്കൂടെ എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ പോസിബിൾ ആണോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമുക്കിപ്പോൾ നിലവിലുള്ള നമ്മളുടെ അറിവുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മളുടെ ഈ യൂണിവേഴ്സ് ഒരു എക്സ്പാൻഡിങ് സ്റ്റേറ്റിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് അറിവ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പല എവിഡൻസ് നമ്മളുടെ ഉണ്ട്. ഇപ്പോൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആയാലും, അല്ലെങ്കിൽ നമ്മൾ അകന്നു പോകുന്ന വസ്തുക്കളിൽ കാണുന്ന, അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിലുണ്ടാകുന്ന വേവ് ലെങ്തിൻ്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് പോലെ ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയ ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഡെൻസ് ആയിട്ടുള്ള പോയിന്റിനെ നമുക്കറിയില്ല, എന്താണ് ഡെൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ രീതികൾ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മുടെ സയൻസ് എല്ലാം തന്നെ അവിടെ ഫെയിൽ ആവുന്നു. നമുക്കറിയാത്ത ഈ പോയിന്റിനെ നമ്മൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു.
അപ്പോൾ ഇത്രയുമുള്ള നമ്മളുടെ ഈ അറിവ് വെച്ച് നമുക്ക് പറയാവുന്ന വേണമെങ്കിൽ ഹൈപ്പോത്തസൈസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് നമ്മളിന്ന് പറയുന്ന രീതിയിലുള്ള പ്രപഞ്ചത്തിലേക്ക് മാറിയതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള പ്രപഞ്ചം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ പറയാം. ഇപ്പോൾ സ്പേസും ടൈമും വരെ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഒരു സ്പേസ്ലെസ് ആയിട്ടുള്ള ഒരു ടൈംലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്പേസ്ലെസ് ആയിട്ടുള്ള ടൈംലെസ് ആയിട്ടുള്ള തുടക്കമില്ലാത്ത സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മളുടെ ഇന്ന് കാണുന്ന യൂണിവേഴ്സ് ഉണ്ടായി. ഈ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിന് കാരണമായി മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഇൻഫിനിറ്റ് റിഗ്രസ് പ്രോബ്ലത്തിലേക്ക് പോകുന്നില്ല. പിന്നെ ഒരു ഇൻഫിനിറ്റ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായത് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് പ്രോബ്ലവും ഇല്ല. കാരണം ഇതൊരു ടൈംലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നതുകൊണ്ട്. ടൈംലെസ് ആണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറ്റങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ കാര്യം ഇതെല്ലാം തന്നെ ഗോഡ് തിയറിയിലും അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയും സാധൂകരിക്കാൻ ഇവർ യൂസ് ചെയ്യുന്ന ഒരു ടൂൾസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഹൈപ്പോത്തസിസ് ചെയ്യാം. തുടക്കമില്ലാത്ത ഒരു സ്പേസ്ലെസ് ആയിട്ടുള്ള ടൈംലെസ് ആയിട്ടുള്ള ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഇന്ന് കാണുന്ന യൂണിവേഴ്സായി മാറി. അപ്പോൾ ഈ പറയുന്ന ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവരുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു കണ്ടിജൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിന് ഇനിഷ്യൽ സ്റ്റേറ്റ് മാറി ഇപ്പോഴത്തെ സ്റ്റേറ്റായി മാറി. അപ്പോൾ ആ ഇനിഷ്യൽ സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ ഇനി ഇതിനുള്ള ചാലഞ്ചസ് ആയിട്ട് തീയിസ്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് കൃത്യമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള രീതിയിലുള്ള ഒരു പ്രപഞ്ചമായി മാറി. ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള ഫിസിക്കൽ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ഉള്ള ഒരു പ്രപഞ്ചം, ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രപഞ്ചം എന്തുകൊണ്ടൊരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇങ്ങനെ ആയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുവെ റേസ് ചെയ്യാറുണ്ട് ഇതിന് എതിരായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, എനിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു ആൻസർ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടുത്തെ എൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതേ പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ഗോഡിലും കൊണ്ടുപോയി ആരോപിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും ഗോഡിൽ ചെല്ലുമ്പോൾ സോൾവ് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗോഡ് എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ഒരു പ്രപഞ്ചം ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് പറയാൻ സാധിക്കുക? പൊതുവേ അത്തീസ്റ്റുകൾ പറയുന്നൊരു കാര്യമാണ്, അത് ഗോഡിൻ്റെ ഗോഡിൻ്റെ വില്ല് തിരഞ്ഞെടുത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ വില്ലാണ് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു അഡീഷണൽ എക്സ്പ്ലനറ്ററി പവർ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കൃത്യമായ തിരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ്. അതിന് പുറകിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു ഇൻഫിനിറ്റ് റിഗ്രസ് പ്രോബ്ലത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അതൊരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് പോകും. ഇനി അല്ല, ഇത് വെറുതെ റാൻഡമായിട്ട് ഉള്ള ഒരു ഹാപ്പനിങ് ആണ് ഈ പറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു റാൻഡംനെസ് അല്ലെങ്കിൽ അത് വെറും ആർബിട്രറി ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകും. അപ്പം ഇത് രണ്ടും ഒരു ഗോഡിൻ്റെ നേച്ചറിന് അല്ലെങ്കിൽ വില്ലെന്ന് പറയുന്ന വാക്കിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഗോഡിൻ്റെ വില്ലൊരു പർട്ടിക്കുലർ കാര്യം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അത് ഡിറ്റർമിനിസ്റ്റിക് ആണോ റാൻഡം ആണോ? ഇത് രണ്ടാണെങ്കിലും ഇറ്റ് ഡസൻ ലുക്ക് ഗുഡ് ഫോർ ഗോഡ് ഈസ് നോട്ട് ഇൻ കൺട്രോൾ എന്നുള്ളൊരവസ്ഥ വരും. ഇനി ഇതല്ല, അത് ബൈ ദ നേച്ചർ ഓഫ് ഗോഡ് അതങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത് ഒരു ആർബിട്രറി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഗോഡ് വരെ പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇനിഷ്യൽ സ്റ്റേറ്റിൽ അവിടെ പറഞ്ഞ് നിർത്തുന്നതാവും നല്ലത്. ഗോഡ് വരെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി പിന്നെ അടുത്തത് ഇവിടെ വരാവുന്ന ഒരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഗോഡ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഒരു നെസസറി ബീയിങ് ആണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ മറ്റ് കാരണങ്ങളൊന്നുമില്ല. അതിൻ്റെ എല്ലാ ഡിസിഷൻസും എല്ലാ കാര്യങ്ങളും നെസസറി ആണ് ബൈ ഇറ്റ്സ് നേച്ചർ എന്ന് പറയാം. അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഗോഡ് ഇങ്ങനൊരു ഡെഫിനിഷൻ കൊണ്ടുവച്ചത്? നെസസറി ബീയിങ് എന്ന് പറയുന്നൊരു ഡെഫിനിഷൻ കൊണ്ടുവയ്ക്കുന്നത് തന്നെ നമ്മൾ ഈ പറയുന്ന കണ്ടിജൻ്റായിട്ടുള്ള കാര്യങ്ങൾക്കൊരു ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ അത് കണ്ടിജൻ്റായിട്ട് തുറന്നു പോകാതിരിക്കാൻ ഉള്ള ഒരു ഫൗണ്ടേഷനായിട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ മേക്കപ്പ് ചെയ്ത ഒരു ഡെഫിനിഷനാണ്. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒബ്സർവ് ചെയ്തിട്ട് ഇത് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവച്ചതല്ല. അപ്പോൾ അങ്ങനെ മേക്കപ്പ് ചെയ്ത ഒരു ഡെഫിനിഷൻ നമുക്ക് കൊണ്ടുവയ്ക്കാമെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം കൊണ്ടുവയ്ക്കാം. അതായത് ഇങ്ങനെ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് ഇങ്ങനെ ഒരു യൂണിവേഴ്സായി, ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സായി മാറി, അതിന് പിന്നിൽ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല, അത് വേണമെങ്കിൽ ഒരു ബ്രൂട്ട് ഫാക്റ്റ് ആണെന്ന് പറയാം, അത് ഒരു നെസസറി ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയാം. അപ്പോൾ ഇതിന് നമുക്ക് പുറത്തുള്ള ഒരു ഏജൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ പറയാവുന്ന ഒന്നെന്ന് പറഞ്ഞാൽ കണ്ടിജൻ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്, ഒരു കോസ് ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ കാര്യം മാത്രം, സ്പെഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റിന് മാത്രം ഒരു കാരണമില്ലാതാവുന്നു, അതെങ്ങനെ സ്പെഷ്യൽ ആവുന്നു എന്നൊക്കെയുള്ള ചോദ്യം. അപ്പോൾ ഇതേ ചോദ്യം തന്നെ നമുക്ക് നെസസറി ബീയിങ്ങിലും ആരോപിക്കാം. എന്തുകൊണ്ട് നെസസറി എക്സിസ്റ്റൻസ് ഒരു സ്പെഷ്യൽ എക്സിസ്റ്റൻസ് ആവുന്നു, അതിന് പിന്നിൽ കാരണമില്ലാത്തതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ ഇവിടെയും ഇതിനുള്ള ഉത്തരങ്ങളൊന്നുമില്ല. അത്
അത് അങ്ങനെയാണ് എന്ന് പറയുക അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് അവിടം വരെ പോകേണ്ട ഒരു ആവശ്യമില്ല. അത് അനാവശ്യമായിട്ട് കുറച്ച് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആട്രിബ്യൂട്ട്സ് കൂടുതൽ കൊണ്ടുവയ്ക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലാനറ്റോറി ആയിട്ടുള്ള ഒരു പവറൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇത് തന്നെയല്ല ഈ പറയുന്ന ഗോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്ന അൺലിമിറ്റഡ് നേച്ചർ, പിന്നെ ഓൾ ഗുഡ് ആയിട്ടുള്ള, ഓൾ ലവിങ് ആയിട്ടുള്ള, ഓൾ പവർഫുൾ ആയിട്ടുള്ള നേച്ചർ, ഇതിൽ പലതും അങ്ങോട്ട് കൊണ്ട് കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മാക്സിമൽ ഗ്രേറ്റ്നസ് അല്ലെങ്കിൽ ഒരു സുപ്രീം നേച്ചർ, ഇതൊന്നും എക്സിസ്റ്റ് ചെയ്യുക സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു മാക്സിമലി ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ബീയിങ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുള്ള സ്ഥിതിക്ക് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഒരു ഡെഫിനിഷനിലേക്ക് പോകാതെ അതിന് മുമ്പേ തന്നെ സിമ്പിളായിട്ട് കുറച്ച് അൺജസ്റ്റിഫയബിൾ ആയിട്ടുള്ള അട്രിബ്യൂട്ട്സ് വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോയിൻ്റ് ഇതാണ്. ഇതൊരു നല്ല ഒരു ഉഗ്രൻ തിയറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആരും അവകാശപ്പെടുന്നില്ല. നമ്മളിവിടെ ആകെപ്പാടെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഗോഡ് എന്ന് പറഞ്ഞൊരു തിയറി നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുമെങ്കിൽ അതേ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, നിങ്ങൾ ആ തിയറി ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരു തിയറി നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഈ ആർഗ്യുമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിൻജൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഈ കണ്ടിൻജൻറ്റ് ബീയിങ്, നെസസറി ബീയിങ് എന്ന് പറയുന്ന ഈ ഡെഫിനിഷൻ തന്നെയാണ്. നെസസറി ബീയിങ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ നെസസറി അല്ല എന്നുള്ളതാണ്. പിന്നെ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു കാരണം ആവശ്യമാണ് എന്നുള്ള ആ പ്രമിസാണ്. ഇപ്പോൾ നമ്മൾ അൺബയസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് മാക്സിമം അൺബയസ്ഡ് എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പ്യുവർലി അൺബയസ്ഡ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാ ആളുകൾക്കും അവരുടേതായ ബയാസുകളുണ്ട്. അപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാം അൺബയാസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തിയറിയിൽ അല്ലെങ്കിൽ ഗോഡ് തിയറിയിലേക്ക് പോകേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെയും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ നല്ല കൗണ്ടേഴ്സ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റിലിടുക, നമുക്ക് വായിച്ച് നോക്കാം. അങ്ങനെ ട്രൂത്തിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.